കേൾക്കുന്നില്ലേ? കേൾക്കാമോ? കേൾക്കാം സാർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ദി മാജിക്കിന്റെ നമ്മുടെ ഫൗണ്ടേഴ്സായ നമ്മുടെ സെയ്ഫ് സാറിനും മുസ്തു സാറിനും അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകി വരുന്ന നമ്മളെ ഹിദായ സാറിനും നമ്മളെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ പ്രിയപ്പെട്ട റസാഖ് സാറിനും ബഷീർ സാറിനും അതുപോലെ എല്ലാ ബി മാജിക് ലീഡേഴ്സിനും നമ്മുടെ ബി മാജിക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ ലൈഫ് സ്റ്റോറി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ബി മാജിക്കിൽ എങ്ങനെ എത്തി എന്നുള്ളത് പറയാം. അപ്പം എൻ്റെ റിട്ടയർമെന്റ് കഴിഞ്ഞ് വീണ്ടും ഒരു റിട്ടയർമെന്റിന് ശേഷം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ ആ സമയത്താണ്. അപ്പം ബഷീർ സാറിൽ വീട്ടിൽ വരികയാണ്. അപ്പോൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വിഷമിച്ചിരിക്കുന്നത്, ഒരു കാര്യമുണ്ട്, നേരത്തെ ഒന്ന് ഉഷാറാകണ്ട നമുക്ക്. അപ്പം നേരത്തെ തന്നെ എഴുന്നേൽക്കാനും എത്ര മണിക്ക് എഴുന്നേൽക്കും എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞൊരു 9 മണി 9:30 മണിയൊക്കെ ആവും. അന്നേരം പറഞ്ഞ് നമുക്ക് ഒരു മാജിക് ഒരു സംഗതി ഉണ്ട്, മാജിക് 5 AM ക്ലബ് ഉണ്ട്, അതിൽ നമുക്ക് ജോയിൻ ചെയ്യാം, ഉഷാറാവും. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം യോഗയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല, നീ ഒരാഴ്ച വന്നിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുന്ന, ഒന്ന് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരാഴ്ച ജോയിൻ ചെയ്യാൻ നിന്നിട്ട് ഇപ്പൊ ഞാൻ 2.5 കൊല്ലം കഴിയാനായി. അപ്പൊ അത്രത്തോളം അതിന്റെ ഗുണം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മെഡിറ്റേഷനും അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും പിന്നെ ടു ഡു ലിസ്റ്റും ഫൊർഗീവ്നെസ്സും എല്ലാം ഇതിൽ വന്നതിന് ശേഷമാണ് അതിന്റെ ക്ലാരിറ്റിയോടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നുള്ള അനുഭവങ്ങളും കുറെ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും എനിക്ക് ലഭിച്ചതിന് വളരെയേറെ എല്ലാവരോടും നന്ദി പറയാം. അപ്പം എൻ്റെ ജനനം ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ടൗണിലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ഒരു 23-24 വർഷമായിട്ട് ഞാൻ നടുവട്ടം ബേപ്പൂര്, കോഴിക്കോട് ബേപ്പൂര് എന്ന സ്ഥലത്താണ് ഉള്ളത്. ഞാനും ഭാര്യയും മകനും 23 കൊല്ലമായിട്ട് ബേപ്പൂരുണ്ട്. കഴിഞ്ഞ വർഷം മകന്റെ മാരേജ് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം വൈഫ് ഹൗസ് വൈഫാണ്. മകനിപ്പോ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. മരുമകൾ ഇപ്പോൾ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് ജോലി നോക്കുന്നുണ്ട്, ട്യൂട്ടറായിട്ട്. അപ്പം അതിനു മുന്നേ ഞാൻ കോഴിക്കോട് ടൗണിൽ പുഷ്പ ജംഗ്ഷനടുത്തുള്ള സായിബാബ മന്ദിരത്തിന് സമീപത്ത്, ആ സായിബാബ മന്ദിരത്തിന് തൊട്ട വീടാണ്, ഒരേ കോമ്പൗണ്ട് വാളാണ്. അവിടെയായിരുന്നു ജനനം. ഒരു 45 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടെ ഒരു 45ഓളം കുടുംബങ്ങളുള്ള ഒരു കോമ്പൗണ്ടില്, അതിലെ ഒരു അടുത്ത റോഡ് സൈഡിലുള്ള അതിന്റെ വീട്ടിലാണ് ഞാൻ ഉണ്ടായത്. അച്ഛൻ ഒരു അറിയപ്പെടുന്ന ഒരു ബസ് സ്റ്റോറിലെ സാരി ഡിപ്പോയിലെ ഒരു ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 6 കുട്ടികളിൽ മൂത്ത ആളാണ്. 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സുമാണ് ഞങ്ങൾ. അപ്പം വിദ്യാഭ്യാസം തൊട്ടടുത്ത സ്കൂളിൽ ഒരു 1 മുതൽ 4 വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ സൈക്ലിംഗ് അതെല്ലാം പഠിച്ച് വന്നത്. പിന്നീട് 5 മുതൽ 10 വരെ ഗവൺമെന്റ് ഗണപത് ഹൈസ്കൂളിലായിരുന്നു. 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മീഡിയം സെക്ഷനിലേക്ക് മാറി. അവിടെ നിന്നാണ് ശരിയായ വായനയും മറ്റു കാര്യങ്ങളെല്ലാം തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ കളികളിൽ ഏർപ്പെടുകയുണ്ടായി. ഫുട്ബോള്, ബാഡ്മിന്റൺ, ബാസ്കറ്റ് ബോള് മുതലായ കാര്യങ്ങളിലും, അതുപോലെ ഈ സ്കൗട്ട് ഉണ്ടായി, അതിലും മെമ്പറായിരുന്നു. അപ്പോൾ ഈ സ്കൗട്ടിലും NCC കോളേജിലും ജോയിൻ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു ഡിസിപ്ലിൻ ഉണ്ടായി ലൈഫിൽ എന്ന് പറയാം. അപ്പൊ ആ സ്കൂൾ ജീവിതത്തിലാണ് നമ്മുടെ ബഷീർ സാറായിട്ട് നാം പരിചയപ്പെടുന്നത്. ഇപ്പോഴും ആ സൗഹൃദം കോളേജിൽ അതിന് ശേഷം വീണ്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും എൻ്റെ ഗൈഡും ഫിലോസഫറും എല്ലാം അദ്ദേഹമാണ്. എൻ്റെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് എനിക്ക് ഈ വളരെയേറെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പറയാം. മൂപ്പര് എൻ്റെ റിസർവ് ബാങ്ക് കൂടിയാണ് പ്രത്യേകം പറയാറ്. അപ്പം അതിനുശേഷം ഈ ഞാൻ കോളേജിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു, BCom ആയിരുന്നു. അപ്പൊ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ബാങ്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. ബാങ്കിൽ ഒരു ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ BCom കഴിഞ്ഞ ശേഷം പലതരം ഇന്റർവ്യൂലും ടെസ്റ്റുകളും ഒക്കെ എഴുതിയെങ്കിലും ഒരു 10ഓളം വരുന്ന ഒരു മേജർ ആയിട്ടുള്ള മിക്കവാറും ബാങ്ക് തന്നെയായിരുന്നു. ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷെ ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന മാതിരിയുള്ള ഒരു അനുഭവമായിട്ടാണ് ഉണ്ടായത്.
ഇപ്പൊ കിട്ടുന്നുള്ള ജോലികൾ ഒരു 10 ഉണ്ടായി, അത് കയ്യിൽ നിന്ന് ചോർന്ന മാതിരി പോയി എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ശരിയായ രീതിയിൽ തലേ ദിവസം വരെ കിട്ടുമെന്ന് ഉറപ്പായത് പിറ്റേ ദിവസം മാറിപ്പോവാണ് ഉണ്ടായത്. അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ അതിനുശേഷം എനിക്ക് സുദർശൻ ചിറ്റ്സ് കോയമ്പത്തൂരിൽ ജോലി കിട്ടുകയുണ്ടായി. അവിടെ സീനിയർ അസിസ്റ്റന്റായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അവിടെ എൻ്റെ ബാച്ചിലർ ലൈഫ് ഒരു 3 കൊല്ലം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കമ്പനി ലേശം താഴേക്ക് വന്ന് ഇരിക്കുന്നതിനെ കൊണ്ട് ബികോം ആയിട്ടുള്ള ഡിഗ്രിക്കാരൻ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പഴയ ആൾക്കാരും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പൊ എന്നോട് നീ പോയി രക്ഷപ്പെട്ട മോനെ ഇവിടെ ഇരിക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരാണ്ടായത്. വീണ്ടും ഇവിടെ വന്ന് ഒരു 6 മാസത്തോളം നമ്മുടെ പോപ്പുലർ ഓട്ടോമൊബൈൽസിൽ ജോലി നോക്കിയിട്ടുണ്ടായിരുന്നു, കാഷ്യറായി. പിന്നീട് ബികോം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷമാണ് ഞാൻ HDCയിൽ പോകുന്നത്. അതായത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, കോപ്പറേറ്റീവ് ബാങ്കിലെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പൊ അത് സാധാരണ രീതിയിൽ ഒരു ടഫ് കോഴ്സാണ്. ഈ ഗ്രാജുവേറ്റ് ആയിരിക്കുന്ന ആൾക്കാർ 25% ആൾക്കാരെ പാസ്സാകാറുള്ളൂ. ആ പ്രാവശ്യം കുറച്ച് ഞാൻ ഇരുന്ന ആ സമയത്ത് കുറച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയതിനെ കൊണ്ട് ഒരു 40ഓളം അല്ലെങ്കിൽ 50ഓളം ആൾക്കാർ പാസ്സായിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് LIC എംപ്ലോയീസ് കോപ്പറേറ്റീവ് സ്റ്റോറിൽ ഒരു സെയിൽസ്മാന്റെ പോസ്റ്റാണ്. അപ്പോൾ അവിടെ സാധനങ്ങൾ വാങ്ങണം, വിൽക്കണം, കണക്ക് എഴുതണം, എല്ലാം 1 മാൻ ഷോ ആണ്. അത് ഒരു 10-14 കൊല്ലത്തോളം അങ്ങനെ തുടർന്നു പോയി. ഒരു 1-2 കൊല്ലത്തിൽ ഞാൻ വേറെ നല്ല ജോലി കിട്ടുന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ ഒന്നും പൂർത്തീകരിക്കാൻ എനിക്ക് അല്ലെങ്കിൽ അത് ഫ്രൂട്ട്ഫുൾ ആകാൻ പറ്റിയില്ല. പല കാരണങ്ങൾ കൊണ്ടാണ് എഴുതിയത് എനിക്ക് കിട്ടാത്തതുണ്ട്. കുറച്ച് എൻ്റെ ഒരു മടി കാരണം ചിലതൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറയാം. അപ്പൊ എൻ്റെ വീക്ക്നെസ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ സന്ദർഭത്തിൽ കുറച്ചൊരു എന്താ പറയാ പ്രോകാസ്റ്റിനേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും ഒരു ശരിയായ വളർച്ചയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ക്ലാസ്സിലെ ലാസ്റ്റ് ഒരു 5 കുട്ടികൾ, ചെറുതായിട്ടുള്ള കുട്ടികളിലായിരുന്നു ഞാൻ. പിന്നീടാണ് എനിക്ക് ഈ ഹൈറ്റും ഇതെല്ലാം വന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ HDC കഴിഞ്ഞ് ഇവിടെ ജോയിൻ ചെയ്ത് പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ശരിയായ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതായത് LIC സ്റ്റാഫ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടി. അതിനുശേഷം അവിടെ ക്ലർക്കായി ജോയിൻ ചെയ്ത് സീനിയറായി, പിന്നെ അക്കൗണ്ടന്റായി, ജൂനിയർ അക്കൗണ്ടന്റായി, അക്കൗണ്ടന്റായി. പിന്നെ 2 കൊല്ലത്തോളം ഞാൻ അവിടെ ഒരു ബാങ്ക് ഇൻചാർജ് ആയിരുന്നു, മാനേജർ ഇൻചാർജ് ആയിരുന്നു. അപ്പം ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാനും ഒരു നല്ല സുഹൃത്ത് വലയം ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അവിടെ ഒന്നാമത്തെ കാര്യം പറയുന്നത് നല്ലൊരു മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇന്റലിജന്റ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പാണ്. വളരെ സ്നേഹമുള്ള ആൾക്കാരെ ഇവിടെ കോഴിക്കോട് നഗരമധ്യത്തിൽ ജോലി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവിടുന്ന് റിട്ടയർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു 6-7 കൊല്ലത്തോളം ഡെയിലി വേജസ് ആയിട്ടും എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത്രയും സ്നേഹവും സന്തോഷം, സംതൃപ്തി, സമാധാനം നിറഞ്ഞ ഒരു പീരീഡാണ് എനിക്കുണ്ടായത്. അപ്പം ഈ എൻ്റെ ജോലി അല്ലെങ്കിൽ ആ ബാങ്കിലെ കിട്ടണം എന്നുള്ള ആഗ്രഹം കുറച്ച് വർഷത്തിന് ശേഷമാണ് പൂർത്തീകരിക്കപ്പെട്ടത്. അതിൽ അന്നേരം ഉണ്ടായ സന്തോഷം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ വീട്ടില് എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായ രീതിയിൽ പോകുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയും വളരെ ശാന്ത സ്വഭാവത്തിലുള്ള ആൾക്കാരായിരുന്നു. സത്യം പറഞ്ഞാൽ വഴക്ക് പറയാനുള്ള ഒരു സന്ദർഭം പോലും അച്ഛൻ വെക്കാറില്ല എന്നാണ് പറയാ, അച്ഛനും അമ്മയും തന്നെ. അപ്പൊ അഥവാ പറയുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവർക്കെല്ലാം ഒരു തമാശ തോന്നുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്കാണ് പോവുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഒരു ചെറിയ ഒരു സന്ദർഭം ഓർത്താണ്. ഒരു ചെറിയ നായ്ക്കുട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പോൾ അനിയനായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും അത് അച്ഛൻ അറിഞ്ഞ അവിടെ ബഹളം ഉണ്ടായിട്ടെങ്കിൽ അച്ഛൻ വന്ന് അത് കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണ് മറ്റുള്ളവർക്കൊരു തമാശ രൂപേണ അറിയുന്ന രീതിയിലായിരുന്നു. അതായത് എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ഒരു നായിനെ കൊണ്ടുവന്ന കാര്യമാണ്, നായ്ക്കുട്ടിനെ കൊണ്ടുവന്ന കാര്യമാണ്. അപ്പൊ നായ്ക്കുട്ടിയൊന്നും ഇവിടെ വേണ്ട, കൊണ്ടുപോയിക്കോ, ഇവിടെ തന്നെ വാലില്ലാത്ത ഒരു 6 ഉണ്ട്, അതിന്റെ കൂടെ വാലുള്ള ഒന്നിനെ വേണ്ടാന്നുള്ള രീതിയിലാണ് പറയാം. അപ്പൊ അത്രത്തോളം വളരെ വിനയത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു ഫാമിലിയിൽ മെമ്പറാകാൻ പറ്റിയത് എനിക്ക് വളരെയധികം ഒരു സന്തോഷം, നന്ദിയെല്ലാം ഉണ്ട്.
പിന്നെ ഞാൻ ഇതിലേക്ക് വന്ന് ഈ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ബഷീർ സാറിന്റെ കൂടെ യോഗയിൽ അതൊരു കൊല്ലത്തോളം തുടർച്ചയായിട്ട് ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ഈ യോഗ കാര്യങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഒരു ആത്മവിശ്വാസം, സമാധാനം, സന്തോഷമൊക്കെ തോന്നി. അതിനുശേഷം ഒരു കുറച്ചു കാലം ഈ ആർട്ട് ഓഫ് ലിവിങ്ങിലെ ശ്രീ യോഗയിൽ പങ്കെടുക്കുകയും അത് തുടർച്ചയായിട്ട് കുറച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് പിന്നെ ജിമ്മിലെല്ലാം പോവുകയുണ്ടായി, ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം ബി മാജിക്കിൽ തുടർച്ചയായിട്ട് 2.5 കൊല്ലത്തോളം ഒരു ക്ലാസ്സുകൾ മിക്കവാറും ഒരു കൊല്ലത്തിൽ ഒരു 15 ക്ലാസ്സോട്ടം എന്തെങ്കിലും വയ്യായി കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂറോ കാര്യങ്ങളോ യാത്ര മുടങ്ങിപ്പോയിട്ടെങ്കിൽ ആവാം. അപ്പോൾ ഒരു 350 ദിവസത്തോളം ഞാൻ മിനിമം ഒരു കൊല്ലത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല നല്ല ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. നല്ല മെഡിറ്റേഷനാണ്. മെഡിറ്റേഷന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ഹിപ്നോ തെറാപ്പിക് രീതിയിലാണ് നമ്മൾ പോവുക. അതായത് നമ്മളെ ഹീലിംഗ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഒരു ആത്മവിശ്വാസം തോന്നാനുള്ള അങ്ങനത്തെ വാക്കുകളാണ് സേഫ് സാറിന്റെ മെഡിറ്റേഷനിൽ നമുക്ക് കിട്ടി വരുന്നത്. അതുപോലെ തന്നെ റസാഖ് സാറിന്റെ കൗൺസിലിംഗ് എല്ലാം ഉണ്ട്. നല്ല നല്ല ക്ലാസ്സുകൾ നമ്മളെ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് പടിപടിയായി വരാൻ വേണ്ടിയിട്ടുള്ള പല ക്ലാസ്സുകളും എനിക്ക് കേൾക്കുവാനും അതിൽ നിന്ന് പല അനുഭവങ്ങളും ഗുണങ്ങളും കിട്ടുവാനും സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇപ്പം വീണ്ടും ഒരു ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്ന പുതിയ ഒരു സെറ്റപ്പിലാണല്ലോ. അപ്പം കൂടുതൽ റിലേഷൻഷിപ്പിനാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ കൂടുതൽ കാര്യം നീക്കി വെക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യത്തിനാണ്, ഹെൽത്ത്. ഇപ്പം ഹെൽത്ത് മെഡിറ്റേഷൻ വരുന്ന സമയത്ത് അതിൽ കൂടുതൽ താല്പര്യമുണ്ട്. അതുപോലെ ഹെൽത്ത് ഇവിടുന്ന് തരുന്ന ടിപ്സ് ഒക്കെ ഉണ്ടാകുന്നതിനെ കൊണ്ട് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. ബി മാജിക്കിൽ വന്നിട്ട് രാവിലെ ദിവസം നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്. നല്ല അറിവുകൾ നേടാൻ പറ്റുന്നുണ്ട്. ഫൊർഗീവ്നെസ് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റിന്റെ ഉപകാരങ്ങൾ, ഇതെല്ലാം ഫൊർഗീവ്നെസിന്റെ എല്ലാം ശരിയായ ക്ലാരിറ്റിയോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ആഴത്തിൽ അതിനെപ്പറ്റി അറിയാൻ കഴിയുന്നതും ഈ ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ ബി മാജിക്കിന്റെ എല്ലാ ഫൗണ്ടേഴ്സിനും അതിന് നന്ദി കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ബി മാജിക്കിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കാം. അപ്പം കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു സെക്കൻഡ്. വായനയെ പറ്റിയിട്ടാണ്. വായന നമ്മൾ സ്കൂളിൽ തുടങ്ങിയതിന് ശേഷം കോളേജിലും അത് നല്ല നല്ല നോവൽസിലേക്കെല്ലാം തിരിഞ്ഞ് വന്നതിന് ഇപ്പോഴാണ് സെലക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്ന കുറെ അറിവുകൾ നൽകുന്ന ബുക്കുകൾ നമ്മൾ ബി മാജിക്ക് വന്നതിന് ശേഷമാണ് റെഫറൻസ് ആയിട്ട്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു 200-ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു 300 സിനിമകളും കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ദീർഘമായ ഒരു ജീവിതത്തിൽ വളരെയേറെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റിയത് ദൈവത്തിന്റെ യൂണിവേഴ്സിന് നന്ദി പറയാണ്. വലിയൊരു അനുഗ്രഹമായിട്ട് കരുതാണ്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്താം. താങ്ക് യു വെരി മച്ച്. കൂടുതൽ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു യാത്ര പോയ കാരണം അടുത്തുള്ള എൻ്റെ ശരിക്കും വീട്ടിൽ എത്തിച്ചേർന്നിട്ടില്ല. ഫറൂഖിലുള്ള എൻ്റെ സിസ്റ്റർ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാര്യങ്ങളെല്ലാം അവിടെ അതിൻ്റെ പരിമിതികളോട് കൂടിയാണ് ഇപ്പം സംസാരിക്കുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടി ഞാൻ പോയിന്റ്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് മുഴുവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കൈൻഡ്നസ്. Okay, thank you, Mani sir. Thank you so much. സാറിന്റെ മൈ സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇനി നല്ല ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. മാജിക് മണി ഞാൻ തന്നെ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അത് മനസ്സിലായോ? സ്റ്റോറി കേട്ടു, അത് ശരിയാണ്. പക്ഷെ നമ്മളെ മണി സാർ ഒന്ന് പ്രസന്റേഷൻ ചെയ്തത് എന്തല്ല, എന്തെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോ
അത്രയും മടിയുള്ള ഒരാളാണ് ഇപ്പൊ വന്നിട്ട് എന്താ ഉഷാറായിട്ട് പ്രസന്റ് ചെയ്തത്. ഞാൻ ആ പ്രസന്റേഷനാണ് മാത്രം ശ്രദ്ധിച്ചു. നിങ്ങൾ പറഞ്ഞ കഥകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു, ബാങ്കിൽ ജോലി ചെയ്തതും ബാങ്ക് ജോലികൾ ഇങ്ങനെ ചേഞ്ച് ആകുന്നതും, ഓടിക്കോ മോനെ ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞതും, ബഷീർ സാറിന്റെ കൂടെ കൂടി ഈ മാജിക്കിലേക്ക് വന്നതും, അങ്ങനെ ഒരു ഹിസ്റ്ററി തന്നെ, നല്ലൊരു കഥ, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കഥ കേട്ടു. വളരെ സന്തോഷം. താങ്ക് യു സാർ. ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഞാൻ എന്റെ വീട് സായിബാബ പറഞ്ഞത്. അപ്പൊ സായിബാബ സായിബാബിന്റെ ഫോട്ടോത്തിന് താഴെ എഴുതിയൊരു സംഗതി ഉണ്ട്, വൈ ഫിയർ വെൻ ഐ ആം ഹിയർ എന്നുള്ളതാണ്. അപ്പൊ അത് പലപ്പോഴും എനിക്കൊരു ആത്മവിശ്വാസം തരികയുണ്ടായി. അത് പിന്നീട് പ്രവൃത്തികളിലും വാക്കുകളിലും ഒക്കെ നമ്മുടെ ബഷീർ സാറിന്റെ അടുത്തുനിന്നും സൈഫ് സാറിന്റെ അടുത്തുനിന്നും റസാഖ് സാറിന്റെ അടുത്തുനിന്നും ഒക്കെ എനിക്ക് കിട്ടുക, ഞാനുണ്ട് നിങ്ങളെ കൂടെ, എന്തിനാണ് സപ്പോർട്ടിന് ധൈര്യമായിട്ട് ഇരിക്കും എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ ആ വാക്ക് ഉപകരിച്ചെന്നുള്ളതാണ്. താങ്ക് യു. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം ഉണ്ടായിരുന്നു, ഈ ജോലികൾ എങ്ങനെ മിസ്സായി പോയി എന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് അനുഭവം പറയാം. അതായത് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ ജോലി ടെസ്റ്റ് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് അച്ഛന്റെ അടുത്ത സുഹൃത്തിന്റെ ഒരു ജ്യേഷ്ഠൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഡയറക്ടറായിരുന്നു. അവരോട് ഒന്ന് പറഞ്ഞ് എന്റെ മകനുണ്ട്, ഇങ്ങനെ ഇന്റർവ്യൂ ഉണ്ട്, ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ സാധിക്കരുത്, രാവിലെ ഞാനൊരു പെൺകുട്ടിക്ക് പറഞ്ഞു പോയി, ഏതായാലും നിങ്ങൾ പറഞ്ഞ കാരണം ഞാൻ ഒന്ന് പറയാം, കിട്ടിയാൽ എനിക്കൊന്നും ചെയ്യണ്ട, എന്തെങ്കിലും ദൈവ സ്ഥലത്ത് എന്തെങ്കിലും ഡൊണേഷൻ അല്ലെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അത്തരത്തിലാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വൈശ്യ ബാങ്കിൽ എൻ്റെ ഫാദർ ജോലി ചെയ്യുന്ന കമ്പനിയിൽ സാധനം വാങ്ങുന്ന സ്ഥലമായിരുന്നു, സിൽക്ക് മർച്ചന്റ് ആയിരുന്നു. അയാളടുത്ത് പോയിട്ട് എൻ്റെ മകൻ ബികോം കഴിഞ്ഞിട്ടുണ്ട്, ബാങ്കിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ കിട്ടിയാൽ ഞങ്ങളെ ഫാമിലിക്ക് ഒരു ഉപകാരപ്പെടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, അയ്യോ ഞാൻ 2 ദിവസം മുന്നേ ആ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന്, ബാങ്കിലെ ഡയറക്ടറായിരുന്നു അദ്ദേഹം, ഡയറക്ടർ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ റിസൈൻ ചെയ്തു, ചെറിയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് കഴിഞ്ഞ ആഴ്ച വരികയാണെങ്കിൽ അത് സാധിച്ചിരുന്നു എന്നുള്ള. അതുപോലെയാണ് നമ്മളെ കേരള സോപ്പ്, ഗോളിയർ റൈൻസ്, അതുപോലെ കോംട്രസ്റ്റ്, ഇതിലെല്ലാം ജോലി അപേക്ഷിച്ച് കിട്ടും എന്നുള്ള രീതിയിലാണ്. പക്ഷെ കിട്ടാത്തത് നന്നായി എന്നാ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ 3 പോയി, 3 ഗോളിയർ റൈൻസ് പൊട്ടി, കേരള സോപ്പും അതുപോലെ തന്നെ കോംട്രസ്റ്റും എഴുതി കോമൺവെൽത്ത് ട്രസ്റ്റിന്റെ കാര്യത്തിൽ. അതുപോലെ പല ശരിക്കും നമുക്ക് കിട്ടേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നല്ലൊരു സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു ജോലിയായിരുന്നു എനിക്ക്. ഒരു ജോലിക്കാരനായിട്ട് നിൽക്കാൻ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അവരിൽ ഒരാളായിട്ട് സ്നേഹ ബഹുമാനത്തോടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളത്. പണത്തിന്റെ കാര്യമല്ല പറയുന്നത്, മറ്റു പല രീതിയിൽ എനിക്ക് വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ബാങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ഉടനെ കിട്ടും, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ നാട് കേരള ആയതിനെക്കൊണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതൊരു 6 മാസം കഴിഞ്ഞപ്പം അത് നാഷണലൈസ് ചെയ്ത് പോവുകയാണ്. തിരിച്ച് കോഴിക്കോട് വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് പറയുന്നേ, നീ കോർപ്പറേഷൻ ബാങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ നിന്നോട് പറഞ്ഞാൽ എന്താ കാര്യം? അല്ല, അതിന്റെ ചെയർമാൻ ഉണ്ടല്ലോ, ചെയർമാന്റെ മകൻ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ വീട്ടിൽ വരുന്ന ആളാണ്, എനിക്ക് പറയായിരുന്നു. അന്നൊക്കെ റെക്കമെൻഡിൽ ജോലി കിട്ടുന്ന സമയമാണ്. ഇപ്പൊ നെടുങ്ങാടി ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് മുതലായ സ്ഥലത്ത്, അങ്ങനെയുള്ള പ്രൈവറ്റ് ബാങ്കിൽ 2 ലക്ഷം റുപ്യ അന്ന് ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടും. അപ്പൊ അത് എങ്ങനെ 2 ലക്ഷം കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. 50,000 വീതം 4 പേരിൽ നിന്നിട്ട് ഒരു കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ കാനറ ബാങ്കിൽ നിന്നോ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നോ ഉള്ള പണം തൽക്കാലം ഈ നെടുങ്ങാടി ബാങ്കിലേക്കൊന്ന് മാറ്റുക ഒരു കൊല്ലത്തേക്ക്. അപ്പൊ എനിക്ക് ജോലി കിട്ടും. അതിന് നന്ദിയായിട്ട് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മിക്സി, 4 മിക്സി കൊടുക്കും. ഒരു മിക്സി എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന എന്ന് വെച്ചാൽ, മിക്സി ഒരു എക്സാമ്പിൾ ആണ്. മിനിമം ഒരു 5,000 റുപ്യ, അന്നത്തെ കാലത്ത് 5,000 റുപ്യനെ കൊണ്ട് ജോലി നമുക്ക്. അതുപോലെ തന്നെയാണ് തലശ്ശേരി ലാൻഡ് മോർഗേജ് ബാങ്കിൽ 12 ആള് പരിചയ, ചന്ദ്രികയിലാണ് അഡ്വർടൈസ്മെന്റ് വന്നത്, ചന്ദ്രിക പേപ്പറിൽ.
അപ്പൊ ആ ചന്ദ്രിക പേപ്പറിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞതിനോട്, അതായത് മലപ്പുറമുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാരണമാണ് ഞാൻ അത് അറിഞ്ഞത്. ഉടനെ തന്നെ അപ്ലിക്കേഷൻ കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്ത് ടെസ്റ്റ് ഇന്റർവ്യൂ ഒരു ദിവസം തന്നെയാണ്. 12 പേര് പോയില്ല, 6 പേരെ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ എഴുതിയതാണ്. പക്ഷെ എനിക്ക് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിലും ഈ സഹകരണ മേഖലയിൽ കുറച്ച് ഇന്റർവ്യൂവിനൊക്കെ കുറച്ച് ഇതുണ്ട്. അപ്പം ഈ ഞാൻ അവിടെ ഒരാഴ്ച കഴിഞ്ഞ് ചെന്ന സമയത്ത് ഒരു 6 പേര് ആ കസേലയിലുണ്ട്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ടെസ്റ്റ് എല്ലാം നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു, സോറി, ഇതൊക്കെ ആദ്യം ഡയറക്ടർ ബോർഡിന്റെ ആൾക്കാരാണ്, അടുത്ത ഒരു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഇതാക്കാം. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയുണ്ടായിരുന്നു. EDC ബാങ്കായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ 25ാമനാന്ന് പറഞ്ഞിട്ട് 66 ആൾ അവർ എടുത്തിട്ടുണ്ട്. 66 ആൾ എടുത്തപ്പോൾ 25 ആയ ആള് ഞാൻ പെട്ടില്ല. ഓരോ പ്രാവശ്യവും പോയിട്ട് അച്ഛനോട് അന്വേഷിക്കാൻ പറയുമ്പോൾ പോയിട്ട് പറയും, ഇങ്ങനെ നിങ്ങൾ അടുത്ത ബാച്ചിൽ 6 ആളെ എടുക്കുമ്പോൾ നിങ്ങൾ പെടും, 25 വരെ ഒന്നും സംസാരിക്കേണ്ടത്. അങ്ങനെ 11 പ്രാവശ്യം 6 പേരായിട്ട് എടുത്തിട്ട് ഞാൻ ലിസ്റ്റിൽ പെട്ടില്ല. അപ്പം ഒരു വളരെയധികം ഫീലിംഗ് ആയ സമയത്ത് എൻ്റെ ക്യാരക്ടറിനെ ചേഞ്ച് ആയിക്കുക. വിവാഹത്തിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം നിവർത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അതൊരു പെറ്റീഷൻ കൊടുത്ത് അത് പിന്നെ കേസായി ഹൈക്കോർട്ടിൽ പോയി. അങ്ങനെ ഒരു ഹൈക്കോർട്ട് ഓർഡർ കിട്ടി, ഇയാൾക്ക് അർഹതപ്പെട്ട ആളാണ്. അപ്പൊ അന്ന് അവർ പറഞ്ഞ അഡ്വർടൈസ്മെന്റിൽ ഞാൻ BCom വിത്ത് HDC വിൽ ബി കൺസിഡേർഡ് ആസ് എ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ട്, BCom ഉണ്ട്, HDC ഉണ്ട്. പിന്നെ ഞാൻ ഈ ബാങ്കിന്റെ പരിസരത്ത് തന്നെ ഉള്ള ആളാണ്, മറ്റുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് NCC സ്കൗട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, മറ്റുള്ള കളികളിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബാസ്കറ്റ്ബോൾ ടീമിൽ ഉണ്ടായിരുന്നു, ഫുട്ബോൾ ടീമിൽ ഉണ്ടായിരുന്നു, ബാഡ്മിന്റൺ, അങ്ങനെയുള്ള പല പോസിറ്റീവ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ BCom HDC അതില്ലാത്ത SLC ഉള്ള ആൾക്കാരെയും BSc-കാരെയും ഒക്കെയാണ് അന്നേരം അവരെടുത്തത്. അപ്പോൾ അതിനെതിരായിട്ട് കേസ് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത്. സാറ് അന്വേഷിച്ചൊരു ഓർഡർ കിട്ടി. അപ്പോൾ ഓർഡറിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 44 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, 2 മാർക്കാണ് ഇന്റർവ്യൂ. അപ്പോഴാണ് വീണ്ടും ഈ 2 മാർക്ക്, എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് എങ്ങനെ 2 മാർക്ക് വരിക? അതിനു വേണ്ടിയിട്ട് പോകാൻ നേരത്തെ അവിടുത്തെ ആൾക്കാർ, ഡയറക്ടേഴ്സ് എല്ലാം അച്ഛനെ കണ്ടിട്ട് പറഞ്ഞ്, ഇനി ഒന്നും മുന്നോട്ട് പോകേണ്ട, അടുത്ത ബാച്ചിൽ എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായി. പിന്നീട് വീണ്ടും ഒരു പരീക്ഷ നടക്കുകയുണ്ടായി. അതിലും ഈ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന തുടങ്ങി അപ്പം തന്നെ മന്ത്രിസഭ വീണു, ഭരണം മാറി, അതങ്ങനെ പോവുകയുണ്ടായത്. അതുപോലെ തന്നെയാണ് ആർലം ഫാമിൽ ഞാൻ പറഞ്ഞത്, ഒരു 3 വർഷത്തോളം പരിചയമുള്ള ആൾക്കാരാണ് അവിടെ വേണ്ടിയത്. അപ്പൊ അത് ആദ്യം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നമ്പർ വേണം. അപ്പൊ എനിക്ക് ഡിഗ്രിയും 3 വർഷത്തെ സർവീസ് ഉള്ളതിനെ കൊണ്ട് ഞാൻ എംപ്ലോയ്മെന്റ് ഓഫീസറെ കാണാനുണ്ടായി. അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പൊ നിങ്ങൾ 3 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, ഇവിടെ ഫയൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്, സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. അല്ല, അത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ അത് ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്നോ. അറിയില്ലായിരുന്നു സാർ, ഇങ്ങനെ ഒരു ഇതുണ്ട്, എൻ്റെ ഫാമിലി രക്ഷപ്പെടും, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഞാൻ മൂത്ത ആളാണ്, താഴെ എത്ര ആളൊക്കെ ഉണ്ടെന്ന് വിഷമത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സാധിച്ചില്ല. വീണ്ടും ഹിന്ദു പേപ്പറിൽ അത് വന്നതിന് ശേഷം അവരിൽ ആർല ഫാമിൽ എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അവിടെ വല്ലപ്പോഴും ഒക്കെ പോയി താമസിക്കാറുണ്ട്. ഇരിട്ടിയിലാണ്, 12,000 ഏക്കർ സ്ഥലമുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ഫാമാണ്. അപ്പൊ ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ടുള്ള പോസ്റ്റാണ് അവർ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് ടെസ്റ്റിന്റെ ഇന്റർവ്യൂവിന്റെ തലേ ദിവസം വരെ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ആള്, ഒരു 3 കൊല്ലം നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്ത ആള് എന്റെ പേര്. അപ്പൊ തലേന്ന് വരെ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ആള്, അത് ഷുവറായ ഒരു കേസായിരുന്നു. അപ്പൊ അന്ന് രാത്രി ഒരാൾ, അതേ ക്വാളിറ്റി ഉള്ള ഒരാള്, MCom ഉള്ള ഒരാള്, എന്നെക്കാളും കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉള്ള ആള്, കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ്, അതായത് മദ്രാസിൽ ഒരു ചങ്ങം ഫാമിൽ ഒരു 3 വർഷത്തോളം ഈ ജൂനിയർ അക്കൗണ്ടന്റ് എന്നുള്ള പോസ്റ്റിൽ കഴിയുന്ന ഒരാളാണ് അവിടെ വന്നത്. അപ്പൊ അയാൾ പ്രോപ്പർ ചാനൽ വന്നത് കാരണം അയാൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാള് ടെസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അയാള് സെക്കൻഡ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു
3 മാസത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇയാളെ കൊള്ളിക്കും, മണീനെ എടുക്കുന്നൊക്കെ പറഞ്ഞു. 3 മാസത്തോളം വന്നില്ല. പിന്നീട് ഈ ഒരു 4 മാസം 5 മാസം കഴിഞ്ഞപ്പോൾ ഈ ചങ്ങം ഫാമിൽ നിന്ന് വന്ന ആള് റിസൈൻ ചെയ്ത് വീണ്ടും മദ്രാസിലേക്ക്. അപ്പൊ എനിക്ക് എന്റെ കാര്യം പരിഗണിക്കാൻ നിർത്തുമ്പോൾ അത് വീണ്ടും അവിടെയുള്ള ഒരു സ്റ്റാഫിന് ഒരു ഇഷ്യൂ ആയിട്ട് വന്ന്, അതായത് ഒരു പ്രൊമോഷൻ കാറ്റഗറി ആയിട്ട് വരുന്നു. താഴെയുള്ള സ്റ്റാഫിന്, അതായത് പ്യൂൺ പോസ്റ്റിലുള്ള ആൾക്കാർക്ക് അത് പ്രൊമോഷൻ കാറ്റഗറി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സമരത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ആ പോസ്റ്റിൽ പോകാണ്ടായി. അപ്പൊ ഇങ്ങനെ ഒരുപാട് കേസുകൾ ഇത് ഒരു ഇതാണ്. അതേപോലെ എനിക്ക് 3-4 പറയാനുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് നമ്മൾ എവിടെയാണ് എത്തേണ്ടതെന്നുള്ള അവിടെ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഷുവറായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും എൻ്റെ ഡ്രീം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു കാര്യം, ഒരു ബാങ്കിൽ ജോലി കിട്ടുക എന്നുള്ളത് അവസാന നിമിഷം വരെ എനിക്ക് ഉണ്ടായിരുന്നു. അത് ലാസ്റ്റിൽ LIC സ്റ്റാഫ് കോപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുള്ള ഒരു ഇതായിരുന്നു. അത് ബികോമിൽ ചേരുമ്പോഴേ ഉള്ള, അതായത് 4th ഗ്രൂപ്പ് ഡിഗ്രി എടുക്കുമ്പോഴേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെതല്ല, അച്ഛൻ്റെ വീട്ടിലെ എല്ലാവരും ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ സന്തോഷമായിട്ട് വളരെ നല്ല സുഹൃത്തുക്കളോടും കൂടിയിട്ട് നല്ലൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ മെമ്പറായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലേറെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം. താങ്ക് യു സാറേ. ഞാൻ പറഞ്ഞത് എന്താ, ചില നഷ്ടങ്ങൾ ചിലപ്പോ നമുക്ക് അപ്പോ ഒരു വിഷമം കുടുങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നീട് അത് സന്തോഷത്തിലേക്ക് വരാം. ഇപ്പോ അന്ന് ആ ജോലിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ മണിസാർ ഈ ബിമാജിക്കിലേക്ക് വരില്ലായിരുന്നു. അപ്പൊ ആ നഷ്ടങ്ങളൊക്കെ ചിലപ്പോ പിന്നീട് നല്ലതായി തോന്നിയേക്കാം. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ ആൻഡ് മണി സർ. സിന്ധു മാം? എനിക്ക് മണിസാറ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, മണിസാറിന്റെ അച്ഛൻ പറഞ്ഞില്ലേ, ഒരു നായ്ക്കുട്ടിനോടെ കടന്ന് അല്ലാത്തവരോട് 6 ഉണ്ട് എന്നുള്ളത് പറഞ്ഞില്ലേ, നല്ലൊരു കോമഡി ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ ജീവിക്കുക പറഞ്ഞാൽ നല്ല രസമായിരിക്കും. അധികം ദേഷ്യമൊന്നും ഇല്ലാതെ മക്കളെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ, അതിനും ഒരു ഭാഗ്യം വേണമെന്നുള്ളതാണ്. പിന്നെ മണിസാറ് ചെയ്ത ഓരോ കാര്യങ്ങളും, ഓരോ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെ ബഷീർ സാറിന്റെ ഒരു കൂടെ ഉണ്ട് എന്നുള്ളത്, അത് പറയുമ്പോ ഞാനൊരു കാര്യം പറയാ. കാരണം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മള് ഒരു നല്ലൊരു മാർഗദർശിയായിട്ട് അല്ലേ, നമ്മളെ കൂടെ എന്നും ഒരു ആത്മാർത്ഥ സുഹൃത്തൊക്കെ ഉണ്ടാവുക പറയണത്, അത് എന്താ പറയാ, ഭയങ്കര ലക്കിയാണ്. എല്ലാരും നമുക്ക് ഒരുപോലെ ആവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരാള് നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് അതിലേക്ക് നല്ല അഭിമാനം തോന്നി. എന്തായാലും നല്ലൊരു അനുഭവങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാം, താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ലൈഫിൽ വേറെ ഒരു വ്യക്തി, അതായത് എൻ്റെ വൈഫിന്റെ ഫാദറാണ്. ഒരു മാതൃഭൂമി എംപ്ലോയി ആയിരുന്ന അവർ താഴ്ന്ന നിലയിൽ നിന്ന് അവസാനം വലിയൊരു പോസ്റ്റിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അവർ നല്ലൊരു എഴുത്തുകാരനും വളരെയധികം അതായത് പ്രസംഗിക്കാനുള്ള ഒരു പാഠമുള്ള ഒരാളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വളരെയേറെ ഒരു എനിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള പല വിഷയങ്ങളും, അതായത് അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ പലതും വരുന്നതിന് അദ്ദേഹം ഒരു മുഖ്യ കാരണമായി കൂടി പറയാനുള്ളതാണ്. അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് ഗൃഹലക്ഷ്മി വേദിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടാണ് പിന്നെ റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ പെട്ടെന്ന് വന്നതിനെ കൊടുത്ത് എനിക്കത് പറയേണ്ടി വരികയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. മണിസാറേ, നന്നായിട്ട് വളരെ കൂളായിട്ട് കാര്യങ്ങൾ, വളരെ സന്തോഷം. മണിസാർ ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നത്. ഞാനൊരു 2-3 കൊല്ലം മുമ്പ് മണിസാറിനെ വീട്ടിൽ പോയി കണ്ടപ്പോൾ മുമ്പിൽ തൂക്കം പിടിച്ച കോയിനെ പോലെ കിടക്കുകയായിരുന്നു. അവിടുന്ന് തട്ടിപ്പിടിച്ച് കൊടുത്തതാ. ഇപ്പൊ മുട്ടന്ന കോഴിയാക്കി അല്ലേ ബഷീർ സാറേ? അതെ, ഇപ്പൊ മണിസാർ നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് എവിടെ എത്തി. നന്നായിട്ടുണ്ട്. നല്ല ഞാൻ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി സത്യമാണ് കേട്ടോ. ഞാൻ ഇനി സാക്ഷിയും കൂടിയാണ്. വളരെ നമ്മളത്ര ചെറുപ്പം മുതലേ ഉള്ളൊരു ബന്ധമാണ്. എനിക്കും ഏറ്റവും അടുത്തൊരു സ്നേഹിതനാണ് ഇയാൾ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നൊരു, നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ്.
അത് ഇതുവരെ നിലനിർത്തി കൊണ്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ലേ, അതന്നെ ഏറ്റവും വലിയ കാര്യല്ലേ. അതെ അതെ. ഓക്കെ, താങ്ക് യു ബഷീർ, താങ്ക് യു മച്ച്. എപ്പോഴും കൂട്ടത്തിൽ നിങ്ങളെ ഒരാളെ കാര്യം കൂടി ചേർക്കണ, ദിവസം ഓർക്കുന്ന ഒരു നിങ്ങളെ കാര്യമാണ്. നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടത്തിൽ ഒരാളെ കൂടി ചേർക്കണം വെക്കുക. സാറേ, ഹായ് മാൻ സാർ, മാജിക് മോർണിംഗ് സാർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ സാർ കുറെ കാര്യങ്ങളൂടെ പറഞ്ഞ അതെല്ലാം ഒന്ന് പൂർത്തിയായത്, മറ്റേ പെട്ടെന്ന് പറഞ്ഞു നിർത്തിയിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു. അത് പെട്ടെന്ന് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ്, വീട്ടിലല്ല ഉള്ളത്, അതുകൊണ്ട് ഓർഡർ ശരിക്കും വന്നിട്ടില്ല, ഓർഡർ ആയിട്ടില്ല എന്നാ പറയാം. പക്ഷെ ഞാൻ ഏറ്റുപോയ കാരണം ഞാനത് ഇന്നലെ രാത്രി 2 മണിയോടെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ അതിലുള്ള ഒരു ഇതും മറ്റുള്ള ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയാണ് ശരിക്കും പറഞ്ഞാല്. എന്റെ സിസ്റ്റർ വീട്ടിൽ നിന്നാണ്. ഇന്നലെ അജിഷമയം വിളിച്ച് മണിസാറിന് ഇന്ന് ക്ലാസ്സിന് ഉണ്ടാവില്ലേ, വിളിച്ചിട്ട് കിട്ടണില്ല. ഞാൻ പറഞ്ഞു മണിസാർ ഫോട്ടോ തന്ന് അതിന് ഇത് തന്നിട്ടുണ്ടെങ്കിൽ മണിസാർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അല്ല, ഞാൻ തൃശ്ശൂരെല്ലാം തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട എല്ലാം ഫാമിലി ടൂർ ആയിരുന്നു. അപ്പൊ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. പല അവസരത്തിലും ഫോൺ റേഞ്ച് ഇല്ല. എനിക്ക് BSNLന്റെ ഫോൺ ഇതാണ്, അത് കാരണം എനിക്ക് കിട്ടിയിരുന്നില്ല. അതാണ്, അതിന് ക്ഷമ ചോദിച്ചാണ് ഞാൻ. താങ്ക് യു. നല്ല പ്രസന്റേഷൻ ആണ് സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷെമിന മാം. മേഘ മാം. മാജിക് മോർണിംഗ് സാർ, വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എപ്പോ തുറന്നാലും എപ്പോഴും നമ്മൾ ഈ ബിമാജിക്കിൽ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും ആരൊക്കെയാണ് വീഡിയോയിലുള്ളത്. അപ്പൊ സാറിന്റെ ചിരിക്കുന്ന മുഖമാണ് കാണാറ്. അപ്പൊ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. എനിക്കൊന്നും വീഡിയോ വരാൻ പറ്റില്ല, കാരണം ഈ അടുക്കളയിലെ ബഹളവും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നേരെ അടുക്കള കയറി, അപ്പൊ ഈ വീഡിയോ ഓൺ ആക്കി ഇവിടെ നടക്കുന്ന ബഹളങ്ങൾ കേൾക്കാൻ പറ്റും. പക്ഷെ നന്നായിട്ട് സാറ് പറഞ്ഞു. സാറ് സിന്ധു മാം പറഞ്ഞ പോലെ അച്ഛന്റെ അമ്മയുടെയും അതായിരിക്കും ഒരുപക്ഷെ സാറിന്റെ മുഖത്ത് ഇത്രയും ശാന്തത ഉണ്ടായത്. നമ്മളെല്ലാം നമ്മുടെയൊക്കെ കുട്ടിക്കാലം പേടിയാ, അച്ഛൻ എന്ന് പറയുമ്പോ തന്നെ എന്തോ പേടിക്കേണ്ട ഒരാൾ എന്നുള്ള ഒരു രൂപത്തിലാ അമ്മ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. അച്ഛനോട് പറഞ്ഞു കൊടുക്കും, അവിടെ തീരുവല്ല. ആ ഒരു ഭയത്തില്, അതുകൊണ്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടത് എന്നൊരു രീതിയിലാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തിലൊക്കെ വളർന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യം. അതുകൊണ്ടാവണം സാറിന് ഇത്ര എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. സാറിന്റെ മക്കളോടും മോനോടും അങ്ങനെ ആയിരിക്കും. എന്തായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ. അത് മേഘമേം പറഞ്ഞപ്പോ ഞാനൊരു മേഘമാമിന്റെ സ്റ്റോറി ഞാൻ കേട്ടിരുന്നു, അതും വളരെ നന്നായിരുന്നു. ഞാനൊന്ന് അഭിപ്രായം പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത്രയധികം വിഷമങ്ങളൊന്നും എനിക്ക് ഉണ്ടാകാത്ത ഞാൻ ഇപ്പൊ ഓർക്കാണ്. അതുപോലെ വേറൊരു കാര്യം, വിട്ടുപോയ കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴും തുറന്നു പോകണം. ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 36 വർഷമായിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 36 വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും അല്ലെങ്കിൽ വളരെ എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ഇപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ വൈഫ് തന്നെയാണ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ ആളില്ലാത്തതിനെ കൊണ്ട്, ജോലി ഇല്ലാത്തൊരു കുട്ടിയാണ് വേണ്ടിയിരുന്നതെന്ന് അന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഉപകാരം വളരെയേറെ എനിക്ക് അച്ഛനും അമ്മക്കും ഒക്കെ വേണ്ട വിധത്തിൽ എനിക്ക് അവരെ കൊണ്ട് ഉപകാരം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് നിർബന്ധിയിലെത്തുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ നിൽക്കാനും എപ്പോഴും ഒരു 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 ധൈര്യത്തോട് കൂടിയിട്ട് എൻ്റെ കൂടെ എപ്പോഴും അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് വളരെയേറെ എനിക്ക് അവരെ പറ്റി പറയാനുണ്ട്. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോവാണ് കാര്യങ്ങള്. എന്ന് വെച്ചാൽ മുമ്പ് ഞാൻ ഓർഡറായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം വീട്ടിലുള്ള, ഞാൻ പുറത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മേഘ പറഞ്ഞതിനെ കൊണ്ട് അത് പെട്ടെന്ന് ഓർമ്മ വന്ന് അത് ഞാൻ പറയാം. ഒരു മീറ്റപ്പിന് വരുമ്പോ കൊണ്ടുവരണം കേട്ടാ മണിസാറിന്റെ വൈഫിനെ. ഞങ്ങള് തീർച്ചയായിട്ടും തീരെ ഞാൻ കണ്ടിട്ടില്ല. വിളിക്കാറുണ്ട്. അവർക്ക് പിന്നെ അന്നേരം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങള് വിളിക്കാം ഞങ്ങളെ വൈഫിനെ. പിന്നെ മേഘമേം പറഞ്ഞിട്ട് ഒരു കാര്യം പറയാ, കാരണം നമ്മളൊക്കെ ഒരു ബാല്യം എന്ന് പറഞ്ഞത് ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം അച്ഛൻ എന്ന് പറയണത് ഒരു പേടി പെടുത്തുന്ന ഒരാളാ രീതിയിലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാറിന്റെ അച്ഛനെയും അമ്മയുടെയും കഥ പറഞ്ഞപ്പോ കൂടുതൽ ഇഷ്ടം തോന്നിയത്. അത് സത്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. താങ്ക് യു വെരി മച്ച്.
Thank you, Megha ma'am. Thank you, Sindhu ma'am. Unnikrishnan sir. ഹലോ മാജിക് മോർണിംഗ്. നമസ്കാരം മണി സാർ. മാജിക് മോർണിംഗ് ഉണ്ണി സാർ. നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് കിട്ടിയത്. അതായത് കുട്ടിക്കാലം മുതൽ തന്നെ നമുക്ക് ഒരു ലാളിത്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നല്ലൊരു വേ ആണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ എടുത്തു പറയാനുള്ളത് സായിബാബ മന്ദിരത്തിന്റെ അടുത്ത് താമസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു സന്തോഷം തോന്നി. അതിന് ഭാഗ്യം കിട്ടിയതിൽ മണി സാറിനോട് ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, നല്ലൊരു ഇൻസ്പിറേഷൻ ആയുള്ള സ്റ്റോറിയാണ് സാറിൻ്റെത്. താങ്ക് യു. താങ്ക് യു ഉണ്ണി സാർ. താങ്ക് യു വെരി മച്ച്. Thank you, Unnikrishnan sir. Divya ma'am. മാജിക് മോർണിംഗ് മണി സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. മാജിക് മോർണിംഗ്. നല്ല സ്റ്റോറി ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. പിന്നെ വേറൊരു കാര്യം, എന്നും ക്ലാസ് കാണുമ്പോ ആദ്യം തന്നെ മണി സാറിന്റെ ഒരു നല്ലൊരു എന്താ പറയാ, പുഞ്ചിരിക്കുന്ന മുഖമാണ് കാണുന്നത്. എല്ലാ ദിവസവും ഞാൻ നോക്കുമ്പോ മിക്കപ്പോഴും എനിക്ക് എന്താ പറയാ വീഡിയോയിൽ വരാൻ പറ്റാറില്ല. എങ്കിലും എന്താ പറയാ എല്ലാ ക്ലാസ്സുകളും വളരെ ശാന്തതയോടുകൂടി എന്താ പറയാ പറയുന്ന ഒരു ഇതാണ്. അപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു ദിവ്യ മാം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ നല്ല അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ ബി മാജിക്കില് ഒരു നല്ലൊരു അസറ്റ് ആണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും സംഭാഷണ ശൈലിയാണ് ദിവ്യ മാമിനുള്ളത്. താങ്ക് യു വെരി മച്ച്. എപ്പോഴും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പറയാനുള്ള കാര്യങ്ങള്, ചില വിട്ടുപോകുന്ന കാര്യങ്ങള് പലപ്പോഴും ദിവ്യ മാമിന്റെ ആ കാര്യങ്ങൾ രണ്ടാമത് പറയുമ്പോഴുള്ള ഒരു ഇതെന്നാണ് നമുക്ക് കിട്ടാറുള്ളത്. നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ആണെന്ന് പറയാം. താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ പ്രസന്റ് ആയിട്ട് ഇരിക്കുന്ന കാര്യം രാവിലെ കറക്റ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ സേഫ് സാറിന്റെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹിപ്നോതെറാപ്പി മാതിരിയുള്ള സാന്നിധ്യമാണ്. ഓരോ വാക്കുകളും അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാന്നുള്ളതാണ്. വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ അതിന്റെ ഭംഗിയിലൊക്കെ എത്തും. പ്രത്യേകിച്ച് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ നടന്നു പോവുകയാണ്. അവിടുന്ന് താഴേക്ക് വരുന്നത് സ്വർണം പതിച്ച മരങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്. ഒരു തടാകത്തിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പറഞ്ഞാൽ ആ തടാകം വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും, വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഗ്ലാസ് കിട്ടാറില്ല, അപ്പൊ കൈകൊണ്ട് വാരി കുടിക്കുക. അപ്പൊ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ട് ആ ഒരു മെഡിറ്റേഷന്റെ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു കൂട്ടുകെട്ടിലൂടെയും അതുപോലെ തന്നെ നല്ലൊരു ജീവിത രീതിയിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും പ്രാപ്തമാക്കാൻ പറ്റുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. Okay, thank you, Divya ma'am. Shajin sir. മാജിക് മോർണിംഗ്. മാജിക് നല്ലൊരു ക്ലാസ് ആയിരുന്നു മനസ്സിലാക്കാം. ശരിക്കും നമുക്ക് നല്ലൊരു ഫീലായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എനിക്ക് അന്നത്തെ നമ്മുടെ മീറ്റപ്പ് സാറായിട്ട് കണ്ടുമുട്ടാൻ പറ്റിയതായിരിക്കും ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കും. അന്ന് സാറുടെ കരുതലും അതുപോലെ തന്നെ ഞങ്ങളെന്നെ യാത്രയാക്കിയിട്ടാണ് സാർ പോയുള്ളൂ. ഞങ്ങളെന്നെ ഒരു വണ്ടി കയറ്റി പറഞ്ഞയച്ചിട്ടേ പോയുള്ളൂ. അതൊക്കെ വലിയൊരു സ്നേഹം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതില് ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് അതില് സാറിനെ ഇത്രയും കയറ്റി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്കൊരു തോന്നുന്നത്. കാരണം ഏറ്റവും നല്ല ഒരു ഫ്രണ്ടിനെ കിട്ടി, നമുക്കത് വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ്. ശരിക്കും നമുക്ക് എന്ത് തുറന്നു പറയാനും കാര്യങ്ങൾക്കൊക്കെ മറ്റു വീട്ടുകാരോടോ അല്ലെങ്കിൽ നമുക്ക് വൈഫിന്റെ അടുത്ത് പറയാത്തത് നമുക്ക് സ്നേഹിതരുടെ അടുത്ത് പറയാലോ. അപ്പൊ അത് വലിയൊരു സംഭവമാണ്. എന്തായാലും സാറിനെ എപ്പോഴും കാണുമ്പോൾ ആ സ്നേഹം ശരിക്കും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഷാജിൻ സാർ. താങ്ക് യു വെരി മച്ച്. അത് ശരിയാ ഷാജിൻ സാർ. സാറിന് ഡയറക്റ്റ് അങ്ങനെ ഒരു പെരുമാറ്റം, നല്ല പെരുമാറ്റം സാറിന്. ഷൈമന, താങ്ക് യു മാം. അന്നത്തെ ഊട്ടി ട്രിപ്പ് അതെ സാർ. ഇനി ഊട്ടിയിലെ കാര്യങ്ങൾ ഓർക്കാണ്. അതെ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. Okay, thank you, Shajin sir. അപ്പൊ ഇതില് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളവരെല്ലാവരും വിളിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാട്ടോ. കാരണം
ഇല്ല, ഓക്കെ, എല്ലാവരെയും ഞാൻ വിളിച്ചതായിരുന്നു. സാർ പിന്നെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ആ എന്നും വരുമ്പോഴത്തേക്ക് സാറിന്റെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇത് കേട്ടതിലൂടെ മനസ്സിലാക്കിയത് നമ്മൾ ഏത് പ്രതിസന്ധികൾ വന്നാലും തളരാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു സാർ, പറയാതിരിക്കാൻ വയ്യ. എന്തായാലും താങ്ക് യു, നല്ല സെക്ഷൻ ആയിരുന്നു. താങ്ക് യു ഷനി മാം, താങ്ക് യു വെരി മച്ച്. വിട്ടുപോയ ഒരു കാര്യമുണ്ട്, എനിക്ക് ചെറുപ്പത്തില് ഈ പണത്തിനൊന്നും അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു, ഭക്ഷണത്തിനും ഡ്രസ്സിനും ഒക്കെ. അച്ഛൻ സ്പെഷ്യൽ സ്റ്റോറിലെ ഇതായത് കൊണ്ട് നല്ല നല്ല ഡ്രസ്സുകൾ എനിക്ക് കിട്ടുമായിരുന്നു. അത് സ്റ്റാഫായ കാരണം ഫാദർക്ക് പകുതി വിലക്കാണ് കിട്ടുക. പ്രത്യേകിച്ച് ജൂലൈ മാസത്തിൽ റിഡക്ഷൻ സെയിൽ ഉണ്ടാവും. അപ്പോൾ മുന്തിയ തരം തുണിത്തരങ്ങൾ പകുതി വിലക്കാണ് സ്റ്റാഫിന് കിട്ടുക. 30 to 40% ഡിഡക്ഷനാണ് അന്നേരം. അപ്പൊ എനിക്ക് വസ്ത്രവും ഭക്ഷണവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് എന്നിലേക്ക് എത്തിപ്പെടുന്നുണ്ടായിരുന്നു അന്ന് പോലും. അപ്പോൾ പോക്കറ്റ് മണി എന്ന് പറയുമ്പോൾ ഞാൻ ചെറുപ്പത്തിലെ അടുത്ത സ്റ്റേഷനറി കട തുറക്കാനും അവരെ സഹായിക്കാനും അതുപോലെ തന്നെ വിഷു അവസരങ്ങളിൽ പടകത്തിന്റെ സെയിൽസിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. പിന്നെ തുന്നലില് വിഷു ഓണം സമയത്ത് ഒരു ടൈലർ ഉണ്ട് വീട്ടിന്റെ അടുത്തുള്ള, സ്വന്തപ്പെട്ട ഒരാളാണ്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തുന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടൈപ്പ് റൈറ്റർ മെക്കാനിക് ആയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, അവരെ സഹായിക്കാനും മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോളിയറൻസിൽ പോവുകയുണ്ടായി. വളാഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ ടൈപ്പ് റൈറ്ററിനെ പറ്റി കുറച്ച് എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പോഴത്തേക്കാണ് എനിക്ക് ജോലി കിട്ടി മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ ഞാനൊരു നല്ല ടൈപ്പ് റൈറ്റർ മെക്കാനിക്കോ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ മെക്കാനിക്കോ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അവസരത്തിൽ ഞാൻ ഇതെല്ലാം മുമ്പ് എഴുതി വെച്ചത് എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. താങ്ക് യു ഓൾ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ മീറ്റപ്പിൽ വരാത്തവരുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ഒരിക്കലും മീറ്റപ്പിൽ വന്നിട്ട് മണി സാറ്, നമ്മുടെ ബഷീർ സാറ്, റസാഖ് സാറ്, ഇവരെയൊക്കെ ഡയറക്റ്റ് കണ്ടിട്ട് ഇവരൊക്കെ ആരാണെന്ന്, ഇവരുടെ പെരുമാറ്റം എന്താണെന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് അറിയണം. ഈ വീഡിയോയിൽ കൂടിയല്ല, അപ്പൊ ഡയറക്റ്റ് കാണണം. അപ്പൊ അത്രയ്ക്കും നല്ല ഒരു കുറെ വ്യക്തികളുണ്ട് നമ്മുടെ ഗ്രൂപ്പില്. അപ്പം ഈ മീറ്റപ്പിന് വരാത്തവർ ഇന്നത്തെ മീറ്റപ്പിന് വന്നിട്ട് ഇതൊക്കെ കണ്ടറിയണം. അതെ, അറിയവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന്. അത്രയ്ക്കും നല്ല, നമുക്ക് സെയ്ഫ് സാറിന്റെയും റസാഖ് സാറിന്റെയും ഒക്കെ ആ സപ്പോർട്ടുള്ള കാര്യങ്ങൾ വന്നതിനെ കൊണ്ടാണ് നമ്മൾ ലൈഫിൽ കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്, നന്ദി പറയാണ്. പിന്നെ ബി മാജിക്കിന്റെ ഒരു കൂട്ടായ്മ വേറെ തന്നെയാണ്. എല്ലാവരും വരുമ്പോഴുള്ള ഒരു സന്തോഷം. ആ മീറ്റപ്പിന് വന്നു കഴിഞ്ഞാൽ അകലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പം ശരിക്കും പറഞ്ഞാൽ ആ ബോട്ടിലുള്ള യാത്രയെല്ലാം ഏതോ ക്രൂയിസറിൽ പോണ മാതിരി ഉണ്ടായിരുന്നു, വേൾഡ് ടൂർ പോണ മാതിരി ഉണ്ടായിരുന്നു. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റപ്പ് ആയിരുന്നു അന്ന് അവിടെ നടന്നത്. അതുമാതിരി തന്നെയാണ് പല മീറ്റപ്പും ഉണ്ടായത്. കോഴിക്കോടും അങ്ങനെയായിരുന്നു സാറേ. കോഴിക്കോട് അങ്ങനെയായിരുന്നു. വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. മീറ്റപ്പിന് നേരിട്ട് കാണുമ്പോൾ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ വളരെ അടുത്തറിയാനും ഒക്കെ പറ്റുന്നുണ്ട്. വേറെ സന്തോഷം തോന്നുന്ന അവസരങ്ങളായിരുന്നു അതെല്ലാം. അതെ അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ഫീഡ്ബാക്ക് ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് ചെയ്യാം അല്ലേ? ഇന്ന് നിങ്ങൾ എല്ലാവരും മണി സാറിന്റെ നല്ലൊരു സ്റ്റോറി കേട്ടു. അതായത് സാറ് കടന്നു വന്ന ഓരോ സിറ്റുവേഷനും അതുപോലെ തന്നെ അവരുടെ ജോലിയാണെങ്കിലും എല്ലാം സാറ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തു. 6 മണി ആയപ്പോൾ തന്നെ സാർ വൈകിട്ട് ഞാൻ ഒത്തിരി പെട്ടെന്ന് കഴിഞ്ഞു എന്ന് ഞാൻ ആലോചിച്ചിട്ടോ. പക്ഷെ വീണ്ടും സാറ് ഓരോരുത്തരും ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ഓർത്തെടുത്ത് ഇങ്ങനെ സാർ പറഞ്ഞു അല്ലെ, ഓൾറെഡി സാർ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ഇങ്ങനെ ഒരു യാത്രയിലായതുകൊണ്ടാണെന്നുള്ളതും സാറ് നമുക്ക് നമ്മളിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്റ്റോറി തന്നെയായിരുന്നു. അപ്പോ ഏകദേശം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർ ഫീഡ്ബാക്കും പറഞ്ഞിട്ടുണ്ട്. സാർ എന്താണ് ഇനി മണി സാർ അല്ലേ? ഓക്കെ മുഫീദ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു പ്രസന്റേഷൻ. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളും അത് ആങ്കർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടാകാറുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു സെഷനിൽ മൈ സ്റ്റോറി അവതരിപ്പിച്ച മണി സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത് ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും
Thank you all. Thank you so much. Thank Bye. you. Thank you Thank you. all. Thank you all. Thank Have a you, nice sir. day. Thank Have you a all. nice day. Thank you, Mani sir. Thank you.